ഹലോ. ഒട്ടുമിക്ക ദിവസവും എൻ്റെ രാവിലെകൾ തുടങ്ങുന്നത് ഇതായി കമ്പ്യൂട്ടറിൻ്റെ മുൻപിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം വർക്ക് ചെയ്തതിന് ശേഷം സിറ്റ് ഔട്ടിൽ വന്നിരിക്കും. മഴ പെയ്ത് തോർന്ന ദിവസങ്ങളാണെങ്കിൽ ആ ഇരിപ്പ് കുറച്ചും കൂടി സുഖമാണ് കേട്ടോ. പിന്നെ പയ്യെ ചെടികളുടെ അടുത്തേക്ക് ഇറങ്ങും. അപ്പോൾ മതിലിന് പുറത്ത് നട്ട് വെച്ചിട്ടുള്ള റയോ പ്ലാന്റ്സ് പിടിച്ചിട്ടുണ്ടെങ്കിലും ഫുള്ള് പട്ടി ചവിട്ടി ഒടിക്കുകയാണ് കേട്ടോ. പിന്നെ അത് ഇപ്പുറത്തെ സൈഡിൽ മൊത്തം മുക്കുറ്റിയാണ്. അതങ്ങനെ പോയിട്ട് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ അത് ഈ മഞ്ഞച്ചെത്തി കൊണ്ടുവച്ചത് ഒരു ഉഷാറില്ലാതെ നിൽക്കുന്നുണ്ട്. എൻ്റെ ചെമ്പരത്തിയാണെങ്കിൽ പിടിച്ചിട്ടുണ്ട്, പക്ഷേ ഇലകളൊക്കെ പയ്യെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. സിങ്കോണിയത്തുമ്മേ പുതിയ പുതിയ ഇലകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ അത് ഈ മോൺസ്റ്ററയുടെ ഇല വിരിയാറായി. പിന്നെ അത് കുപ്പിയിൽ വെച്ചേക്കണ ചെടികളുടെ അടുത്തേക്ക് 2 ദിവസമായി ഒന്ന് ശ്രദ്ധിച്ചിട്ട്. അപ്പോൾ ചെടികളൊക്കെ ഉഷാറാണ്, പക്ഷേ അതിൽ ആ ഫിലോഡെൻഡ്രോണിന് വേര് വന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഇല അത്ര ഉഷാറിലല്ല നിൽക്കുന്നത്. എന്താ കാരണം എന്നറിയില്ല. അതുപോലെ താഴെ പാവിയിട്ടുള്ള കാശിത്തുമ്പ് മുളച്ചിട്ടുണ്ട്. നമ്മുടെ ബൊഗൻവില്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. പുല്ല് വളർന്നത് മാത്രമാണ് ഒരു പ്രശ്നം. പിന്നെ അതാ നോക്കിയപ്പോൾ ഞാൻ ചട്ടിയിൽ നോക്കിയപ്പം ചെടികൾ ഒരുവിധമൊക്കെ വലിയ കുഴപ്പമില്ലാതെ ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. 2 ദിവസത്തെ ഒരു നനയുടെ കുറവാണ് ആ ഒരു ഉഷാർ കുറവിന് കാരണം. പിന്നെ അതാ ഞാൻ കൊണ്ടുവച്ചൊരു ചെടിയിൽ ചെറുതായിട്ട് മുട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട്. 1-2 ചെടികൾ ചെറുതായിട്ട് കരിഞ്ഞ പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ. അത് പിടിക്കുന്നതന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ റയോ പ്ലാന്റ് ഒരെണ്ണം ചട്ടിയിലുണ്ടായിരുന്നതിനാണ് ഞാൻ പിരിച്ച് ആ റോഡ് സൈഡിൽ വെച്ചിട്ടുള്ളത്. അതിൻ്റെ അമ്മച്ചെടിയാണ് അവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ അതായത് തിരുഹൃദയ ചെടിയുടെ ഒരു ചെടി വെച്ചിട്ടുണ്ടായിരുന്നത് അത് ചീഞ്ഞ് പോയിട്ട് അതിൻ്റെ ഒരു തുമ്പെടുത്ത് ഞാൻ കുഴിച്ചിട്ടതായിരുന്നു. അത് മുളച്ച് വരുന്നുണ്ട്. ബാക്കി ചെടികളെല്ലാം അടിപൊളിയാണ്. പിന്നെയുള്ളത് സ്പൈഡർ പ്ലാന്റ് ആണ്. അതും നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ സ്നേക്ക് പ്ലാന്റും അരിയിലയും ഒക്കെ ഉഷാറാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഭംഗി കളയാനായിട്ട് വളർന്ന് നിൽക്കുന്ന പുല്ല് തന്നെ ധാരാളം. പിന്നെ ഈ ഒരു പോട്ടിൽ വെച്ചിരിക്കുന്ന വെള്ളത്തിൽ വെച്ചിരിക്കുന്ന ആ മണി പ്ലാന്റിന് നീളം വെച്ച് തുടങ്ങി. പിന്നെ നമ്മുടെ ചട്ടികളിലുള്ള ചെടികളൊക്കെ ഇവിടെയുണ്ട്. ഈ ഒരു ചെടിയും കണ്ടോ, രണ്ടും ഒന്നല്ല കേട്ടോ, അതിന് വ്യത്യാസമുണ്ട്. നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കൂ, അപ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ബാക്കി പുറത്ത് മതിലിൻ്റെ അവിടെ വെച്ചിരിക്കുന്ന ചെടികളും എല്ലാം നല്ല ഉഷാറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ മോർണിംഗ് വിശേഷം.